ഹസ്ബൻഡിന്റെ ഇതുവരെ എന്നെ കിട്ടിയിട്ടല്ല, എവിടെയാണെന്നുള്ളതൊന്നും അറിയില്ല. മക്കളതൊക്കെ കിട്ടി അവരെ കബറിടത്തിലേക്കൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്, ഉമ്മാന്റെ ഇപ്പാനൊക്കെ. പക്ഷെ ഇക്കാന്റെ എവിടെയാണെന്ന് അറിയില്ല. ഒന്ന് പോകാനും കൂടിയുള്ളൊരു ഇതില്ല. ഹലോ, ഇതാണ് നമ്മളെ നെയ്സ മോള്. പേരെന്താ? നെയ്സ. അപ്പോ മോളെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളെ പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കാൻ വന്നപ്പോ ഈ മോളെയാണ് പ്രധാനമന്ത്രി ഒരുപാട് താഴെയിരിക്കുന്നത് നമ്മൾ കണ്ടത്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ സ്വന്തം നജില റഫീഖ്. നമ്മളെ കൂടെ എന്നുള്ളത് നെയ്സ മോളാണ്. നെയ്സ മോള് ഹായ് പറയും. ആള് ഫോണിലാണ് കേട്ടോ. മിഠായി തന്നെ ഇതാക്കുന്നു. മിഠായി ഇതാ കേട്ടോ, ഇതാ മിഠായി വേണ്ട. ഫോണ് കൈ കിട്ടിയിട്ട് ഒന്നും പറയണോ, ഒന്നും കേൾക്കുന്നില്ല. നെയ്സമോളെ നിങ്ങളെല്ലാരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളെ പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചപ്പം ഈ മോളാണ് പ്രധാനമന്ത്രിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. വയനാട്ടിലേക്ക് എന്തെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ മോദിജി പ്രഖ്യാപിക്കും എന്നുള്ള നല്ല പ്രതീക്ഷയിലായിരുന്നു നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു. ഇതാണ് നെയ്സമോളുടെ ഉമ്മയും വലിയുമ്മയും. നിങ്ങൾ എവിടെയായിരുന്നു ചൂരൽമല താമസിച്ചിരുന്നത്? ചൂരൽമല സ്കൂൾ റോഡിലായിരുന്നു. അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്. എന്റെ വീട് ഉറപ്പുള്ളതാണ്. ചൂരൽമലക്കാണ് കല്യാണം കഴിച്ചത്. വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടില് ഹസ്ബൻഡ്, ഉമ്മ, ഉപ്പ, 3 മക്കളും. ഒരു നിങ്ങളെ 3 മക്കളാണോ അതോ? എന്റെ 3 മക്കള് ആണല്ലേ. നിങ്ങൾ കുടുംബസമേതം തറവാട്ട് വീട്ടിൽ ചൂരൽമല തന്നെ? തറവാട്ട് വീട്ടിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഉള്ളൂ? ഞാനും നൈസും തന്നെ ഉള്ളു. മക്കളൊക്കെ അതില് ഇഷ്ടമായി. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതോ വേറെ എന്തെങ്കിലും ഈ സംഘടനകളുടെ ഭാഗത്ത് എന്തെങ്കിലും സഹായങ്ങൾ അങ്ങനെ എന്തെങ്കിലും? സംഘടനകളൊക്കെ നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണോ ഇതൊന്നും കിട്ടാതിരുന്നത്? പ്രധാനമന്ത്രി വന്ന മോളെ കണ്ടു പോയപ്പോ ഒരുപാട് പ്രതീക്ഷയല്ലായിരുന്നു നമുക്കെന്ത്? അത് പോയപ്പോ ഒരുപാട് പ്രതീക്ഷയായിരുന്നു. എന്തായാലും കൂടെ ഉണ്ടാവും തന്നെയായിരുന്നു ഞങ്ങളൊക്കെ എല്ലാരും പ്രതീക്ഷ അതായിരുന്നു. 2-3-4 ദിവസമായിട്ടുള്ള വാർത്തകളിലൊക്കെ മോളന്നെയാണ് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാൻ വയ്യ. കാരണം അന്നത്തെ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. വയനാട്ടിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി നല്ലൊരു തീരുമാനം എടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പ്രതീക്ഷകളൊക്കെ ഇപ്പൊ തെറ്റിയോന്നൊരു സംശയം. 3 മാസം കഴിഞ്ഞു. 3 മാസം 18 ദിവസമായി. വേറെ എന്താ മരണ സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും? ഹസ്ബൻഡിന്റെ ഇതുവരെ എന്നെ കിട്ടിയിട്ടല്ല, എവിടെയാണെന്നുള്ളതൊന്നും അറിയില്ല. മക്കളതൊക്കെ കിട്ടി അവരെ കബറിടത്തിലേക്കൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്, ഉമ്മാന്റെ ഇപ്പാനൊക്കെ. പക്ഷെ ഇക്കാന്റെ എവിടെയാണെന്ന് അറിയില്ല. ഒന്ന് പോകാനും കൂടിയുള്ളൊരു ഇതില്ല. തെരച്ചിലുകളൊന്നും നടക്കുന്നില്ല. വന്ന DNA റിസൾട്ടും ഒരാളൊന്നും പറയുന്നില്ല. അന്ന് ഞങ്ങൾ ഇതിന്റെ അടുത്ത് ചൂരൽമല പോയവരോട് സംസാരിച്ചിരുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാരെ നമ്മളോട് പറഞ്ഞു. കുറെ ആളത് ഉപ്പാന്റെ ഏട്ടന്റെ മക്കളതുകൊണ്ട് കിട്ടാന് അവരുടെ ഒന്നും ആയിട്ടില്ല. എന്തായാലും DNA എങ്കിലും എടുത്ത DNA റിസൾട്ട് എങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു. തെരച്ചിലിൻ്റെതും ഒന്നും കൂടി തെരച്ചിൽ നടത്തിയാൽ മതിയായിരുന്നു. എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളാണെങ്കിലും മരണ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇനി കിട്ടാത്തവരുടെ ബോർഡിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനൊന്നും തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും വേറെ ഒന്നിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരു പ്രതിഷേധം അതിൻ്റെതാണല്ലോ ഹർത്താൽ നടക്കാൻ പോകുന്നത്. അത് ശരിക്കും രാഷ്ട്രീയത്തിന്റെ പേരിലാവരുത്. ഇങ്ങനെയുള്ള മനസാക്ഷിയുള്ള മനുഷ്യന്മാരുടെ പേരിലായിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ നന്നാവുമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ആയിട്ടൊന്നും പോകരുത്. കഴിയണതും നമ്മൾ ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഹർത്താലായിരിക്കണം എന്നാണ്. അതാണ് നമുക്കും പറയാൻ. പാർട്ടി ഉണ്ടാകരുത്, എല്ലാം ഒരുപോലെ. ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല് UDF LDF ഹർത്താൽ അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. ഈ പാവപ്പെട്ട ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോ കൂടെ നിൽക്കാന് മനസാക്ഷിയുള്ള മനുഷ്യന്മാർ ഒത്തുകൂടുന്ന ഒരു പ്രതിഷേധം, അത്ര പാർട്ടിന്റെ ഒരു വയസ്സ് മാറ്റി വെച്ചിട്ട് എല്ലാരും ഒത്തൊരുമിച്ചൊരു
ഇതായി നിൽക്കണം എന്നാണ്. മറ്റേ പാർട്ടിന്റെ ഇതിലാവുമ്പോ പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ആ പാർട്ടി ഈ പാർട്ടി എന്നുള്ളത് അത് ഉണ്ടാകരുത് ഇതില്. അന്നത് പാർട്ടി സംഭവിക്കുമ്പോ വേറെ അന്ന് അങ്ങനെ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോ ഒരുപാട് ആൾക്കാർ സഹായിക്കാനുണ്ടായിരുന്നു. ഒരുപാട് ആള് സന്നദ്ധ സംഘടനകളായാലും ഒക്കെ മനുഷ്യത്വത്തിന്റെ പേരിലാണ് അന്ന് എല്ലാവരും സഹായിക്കാനുണ്ടായിരുന്നത്. അതേ മനസ്സോടെ കൂടി തന്നെ ഇപ്പോഴും ഈ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യന്മാരെ കൂടെ എല്ലാവരും നിൽക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയും ഒരു അങ്ങനെയുള്ള മനുഷ്യന്മാരെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് എപ്പോഴും എല്ലാവരും ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാവണം ഹർത്താൽ നടക്കാൻ പോകുന്നതാണെങ്കിലും ഇനിയുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ളത് വേണ്ടിയിട്ടാവണം. ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ ആവരുത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കരുത്. എല്ലാരും ഒത്തൊരുമിച്ച് നിന്ന് ഈ പാവങ്ങളെ സഹായിക്കാനാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് എന്നുള്ള തീരുമാനത്തിൽ എത്തണം. പാർട്ടിയൊക്കെ നമുക്ക് അതിന്റെ വഴിക്ക് പോവാം. ഇത് ഒത്തൊരുമിച്ച് എല്ലാവരും ഒരുപോലെ നിന്നിട്ട് പാവപ്പെട്ടവരെ ഈ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ളൊരു ഇതിനായിരിക്കണം ഈ ഹർത്താല്. എന്തായാലും എല്ലാവരും